ഹലോ ഗായ്സ്, എൻ്റെ എല്ലാ ദിവസവും തുടങ്ങുന്നത് ഇങ്ങനെയാണ്. രാവിലെ കഥ തുറന്ന് പുറത്ത് ചെല്ലുമ്പം അപ്പോൾ നിന്ന് ഇടയ്ക്ക് പാലവിടെ വെച്ചേക്കും. ആ പാലും എടുത്ത് ചിലപ്പോൾ ഞാനിങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ വല തീ പിടിച്ച പോലെ ഞാൻ ഓടും അടുക്കളയിലോട്ട്. എന്നാണെങ്കിൽ മഴയൊക്കെ പെയ്ത് നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. കാരണം നേരം വെളുക്കുന്നത് വരെ മഴയായിരുന്നു. അവിടെയൊക്കെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. അപൂർവമായിട്ടേ ഉള്ളൂ ഇങ്ങനെ ഭംഗി ആസ്വദിക്കാൻ. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ വന്ന് ഞാനിപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെള്ളം വെച്ചേക്കുക. കട്ടൻ ചായ എടുത്തിട്ടുണ്ട്, കുടിക്കാനുള്ള വെള്ളം അനത്തി. ഇത് മൂന്നും ചെയ്തതിന് ശേഷം നേരെ ഞാൻ കുളിക്കാൻ പോയിട്ട് വന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഉള്ളി വറക്കുക, മറ്റേ ക്യാരറ്റ് വറക്കുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഞാൻ ഇന്നലെ രാത്രിയിൽ അരിഞ്ഞ് വെച്ചപ്പോൾ രാവിലെ ആകുമ്പം എളുപ്പമാണല്ലോ ചെയ്യാൻ. അങ്ങനെ അതെല്ലാം വറുത്ത് കോരി ബിരിയാണി ദമ്മിട്ട്. ഇത് തട്ടിക്കൂട്ട് ബിരിയാണി കേട്ടോ. അതിനുശേഷം മറ്റേ ഇത് ചള്ളാസ് ഉണ്ടാകും. ഞങ്ങളിവിടെയൊക്കെ ചള്ളാസ് എന്നും പറയും, സലാഡെന്നും പറയും. അതിനുള്ള ഉള്ളിയായി അരിയുന്നത്. ഉള്ളിയും ക്യാരറ്റും ഒരു പച്ചമുളകും മറ്റേ തക്കാളിക്ക് തൈരും എല്ലാം കൂടി ഒഴിച്ച് അങ്ങനെ ഞങ്ങൾ ഈ ഭാഗത്തോട്ട് ഉണ്ടാക്കുന്നത്. അതും ഉണ്ടാക്കി. പിന്നെ എന്താ പറയുക, ചള്ളാസ് ഇവിടെ കുറച്ചേ ഉണ്ടാക്കത്തുള്ളൂ. ഞാൻ കഴിക്കത്തില്ല, തൈരും പാലും ഒന്നും ഞാൻ അങ്ങനെ കഴിക്കത്തില്ല. കുഞ്ഞിനും പിള്ളേർക്ക് രണ്ടിനും അണ്ണനും അങ്ങനെ അവർക്ക് മാത്രം ഉണ്ടാക്കുക. തട്ടിക്കൂട്ടൊരു ബിരിയാണിയാണ്. കാരണം ഉണ്ടാക്കണമെന്ന് കരുതി ഉണ്ടാക്കിയല്ല. നോക്കിയപ്പോൾ സാധനങ്ങളുണ്ട്. അപ്പോൾ വേണ്ടുന്ന സാധനങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ തൈരും പപ്പടവും എല്ലാം ഇന്നലെ വാങ്ങിച്ചിട്ട് വന്ന്. അച്ചാർ ആ കിറ്റിൻ്റെ കൂടെ കിട്ടിയതാണ് ഇന്നലെ. പിന്നെ ചിക്കനും വാങ്ങിച്ചായിരുന്നു. ചിക്കൻ ഞാൻ ഇന്നലെ രാത്രിയിലെ കറി വെച്ചു. അങ്ങനെ അണ്ണന് പൊതിയൊക്കെ കെട്ടി അണ്ണൻ പോയി. പിന്നെ ഇനി അടുത്ത യുദ്ധം ആദ്യമായിട്ടാണ്. കാരണം അവന് തലേ ദിവസം ഒരു 10:30 വരെ എഴുതി കഴിയത്തില്ല. അപ്പോൾ രാവിലെ കുറച്ച് എഴുതാനുണ്ടായിരുന്നു, അതിരുന്ന് അവൻ എഴുതി. പിന്നെ ഏതാണ്ട് ഒരു സീഡ് വരയ്ക്കാനുണ്ട്, അത് ഞാൻ വരച്ചു കൊടുത്തു. പിന്നെ അവനെ സാധാരണ ചെയ്യുന്ന പോലെ കുളിപ്പിച്ചൊരുക്കി. അപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ സ്കൂളിൽ പോകുന്നില്ല, അവന് വയറ്റിലങ്ങ് കുത്തി വേദന എടുക്കുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഓരോ അടവും അഭ്യാസം എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാഞ്ഞത് കൊണ്ട് സ്കൂളിലങ്ങ് പോകാനങ്ങ് ഒരുങ്ങി. അതുകൊണ്ട് അവിടെ ഒരാൾ ആ കട്ടിലെ തന്നെ കിടപ്പുണ്ട്, അല്ലി അകത്ത് കിടന്ന് ഒന്നപ്പം ഞാൻ പിന്നെ അവിടെ കൊണ്ടങ്ങ് ഉറക്കി കിടത്തിയതാണ്. ഇതിനിടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അവൻ്റെ ഓരോ സാധനങ്ങൾ പറക്കി കൊണ്ട് കിടന്നപ്പോഴത്തേക്ക് അവൻ ആ സോക്സൊക്കെ ഇട്ട് എല്ലാം ശരിയായി. പിന്നെ എന്തുവാ, ഒരു ഇച്ചിരി ക്രീമും പൗഡറും ഇതൊക്കെ അവന് മൂക്കൊലിക്കുന്നുണ്ട്. അത് അവൻ ഈ മൂക്കിങ്ങനെ തുടയ്ക്കുന്ന. കഴിഞ്ഞ ദിവസം എല്ലാം പനിയായിട്ട് സ്കൂളിൽ പോകാതൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാം ശരിയാക്കി. അവനെ കഴിക്കാനൊക്കെ മുന്നേ കൊടുത്തു കേട്ടോ, കഴിച്ചു. അങ്ങനെ അവന് ക്രീമും പൗഡറും ഒക്കെ ഇട്ട് ഞാനൊന്ന് തൊടുമ്പോഴത്തേക്ക് ഇവൻ അങ്ങ് വീഴാൻ പോവും. അതവൻ ഇനി പറയുന്നത്, ഞാൻ തൊടുമ്പോഴത്തേക്ക് ഞാൻ വീഴാൻ പോവാന്ന്. അങ്ങനെ എല്ലാം സെറ്റപ്പാക്കി കുഞ്ഞിനെ ഉണർത്തി ഞാൻ അവനെ കൊണ്ടുവിട്ടു. അപ്പോൾ ഓക്കെ, ബൈ.